സകലതും ഇപ്പൊ തമ്മിൽ തല ധരിച്ച വീടില്ല എന്റെ ഭഗവതി. പാർലമെന്റിലേക്ക് മത്സരിച്ച KS ഹംസ എന്ന് പറഞ്ഞ ഒരു ധീര സഖാവുണ്ട്. അരിവാൾ ചുറ്റിയ നക്ഷത്ര അടയാളത്തിലാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് വല്ല കുടവടയാളത്തിലോ അല്ലെങ്കിൽ കൊലച്ച തെങ്ങ് അടയാളത്തിലോ ഒക്കെ മത്സരിക്കാറ്. പക്ഷെ പാർട്ടിക്ക് തോന്നി ഇദ്ദേഹത്തെ പോലൊരു ധീരന് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ തന്നെ മത്സരിക്കും. മന്ത്രിയാകട്ടെ. ഈ മാന്യദേഹം കഴിഞ്ഞ ദിവസം വരെ മുസ്ലിം ലീഗുകാരനായിരുന്നു എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിൽ ഇരിക്കുന്ന സമയത്ത് പിണറായി വിജയനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ള ആളുകൾ. അങ്ങനെ ഒരു മാന്യനെ കൊണ്ട് നിർത്തുമ്പോൾ ജയിക്കാൻ എന്തെങ്കിലും ചെറിയ സാധ്യതയെങ്കിലും വേണ്ടേ? അതുപോലും ഇല്ല എന്ന് മാത്രമല്ല, റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം എതിർ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ഇതുപോലെ ഒരുപാട് മുതലാളിമാർ ഇപ്പൊ പാർട്ടിയുടെ പുറകുവാതിലിൽ കൂടി വന്നിരിക്കും. അതിൽപ്പെട്ട ഒരു പ്രധാനിയാണ് PV അൻവർ. അന്യതാ ഒരു വിധത്തിലും ജയിക്കാൻ പറ്റാത്ത നിലമ്പൂർ സീറ്റ് ആര്യാടന്റെ തട്ടകമായിരുന്നു. ആര്യാടന്റെ മകനെ തോൽപ്പിച്ച് ആ സീറ്റ് പിടിച്ചെടുത്ത ആൾ. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഭസ്മാസുരന് വരം കൊടുത്ത പരമശിവന്റെ അവസ്ഥയിലായി. ഇപ്പൊ കളിച്ച് മുഖ്യമന്ത്രിയുടെ വിശ്വസനായ MR അജിത് കുമാറിനെതിരായിട്ടും ഞാൻ കൊടുക്കുന്ന ശമ്പളം വാങ്ങിയിട്ട് എന്നെ തന്നെ ഒറ്റിക്കൊടുക്കണം അവളല്ലേ. അജിത് കുമാറിന്റെ മുതലാളിയായിരിക്കുന്ന P ശശിക്കെതിരായിട്ടും കൂടി അൻവർ ആരോപണം ഉന്നയിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. നാളെ സാക്ഷാൽ പിണറായി വിജയനെതിരായിട്ടും അൻവർ ആരോപണം ഉന്നയിക്കും. ഒരു സംശയവും വേണ്ട, എന്നെ സംശയിക്കരുത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. കാരണം അൻവറിനെ നിയന്ത്രിക്കാൻ ആർക്കും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കും. ഇനി മുകേഷിന്റെ കാര്യത്തിൽ ഒട്ടും വ്യത്യാസമില്ല. ഇനി നിൽക്കേണ്ട വലിയ കൊല്ലം മണ്ഡലത്തിൽ PK ഗുരുദാസിനെ പോലെ സത്യസന്ധനായ നിസ്വാർത്ഥനായ ഒരാളെ മാറ്റിയിട്ട് ഈ മുകേഷിനെ കൊണ്ടു അവിടെ സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? അതിന്റെ പുറകിൽ വലിയ താല്പര്യങ്ങളുണ്ട്. ചില കൊല്ലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില പ്രധാനപ്പെട്ട വ്യവസായികൾക്ക്, പ്രവാസി വ്യവസായികളുടെ താല്പര്യം ഉണ്ടായിരുന്നു. അത് പിടിച്ചാ തൂങ്ങേണ്ടി വരും. അവൻ പൊളിച്ചടുക്കാൻ ഇറങ്ങി. പിന്നെ മലയാള സിനിമയിലെ ചില പ്രബല ശക്തികൾക്ക് മുകേഷിനെ അവിടെ മത്സരിപ്പിക്കുന്ന താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ശക്തികളുടെ ഒന്നും പേര് പറയുന്നില്ല, ഇത് കേൾക്കുമ്പോൾ പല മോഹങ്ങളും ഇത് കേൾക്കുന്നവരുടെ മനസ്സിൽ കൂടി കടന്നു. ഇങ്ങനെ ചില മൂലധന ശക്തികളുടെയും മറ്റ് ഇതര ശക്തികളുടെയും താല്പര്യപ്രകാരമാണ് മുകേഷ് മത്സരിച്ചത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അതുകൊണ്ട് മുകേഷ് വളരെ യോഗ്യനായിരിക്കും. അദ്ദേഹം കൊല്ലം സീറ്റ് നിലനിർത്തുന്നതിന് മുകേഷ് തന്നെ വേണം എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, കൊല്ലത്ത് എത്രയോ നേതാക്കന്മാരുണ്ട് CPM-ൽ യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ. ചേട്ടാ അപമാനിച്ചേ ഞങ്ങി, ഞാൻ പോയിക്കോട്ടെ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.